വിശ്വപ്രകൃതിയിലെ ഏറ്റവും പൂർണ്ണമായ ചുംബനം ഏതാണ്? സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ നിന്ന് കാമുകൻ കാമുകിക്ക് നൽകുന്ന ചുംബനമാണോ അത്? അതോ കുഞ്ഞിൻ്റെ നെറ്റിയിൽ മുഗ്ധപാരവശ്യം നിറഞ്ഞ വാത്സല്യത്തോടെ അമ്മ അർപ്പിക്കുന്ന സ്നേഹചുംബനമാണോ? ഇനി അതുമല്ല, ഗുരുവിൻ്റെ പാദങ്ങളിൽ വിനയത്തോടെ ശിഷ്യൻ നൽകുന്ന ആദരവ് കലർന്ന ചുംബനമാണോ? ആവോ, എനിക്കറിയില്ല. സ്വാഗതം അറിവിൻ്റെ ഈ ചുംബനത്തിലേക്ക്. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. വിജ്ഞാന ചുംബനത്തിൻ്റെ വഴികാട്ടി ശ്രീ വി കെ ശ്രീരാമൻ, സ്വാഗതം സർ. ഐ ടി ഗൈഡ് നിമ്മി അരുൺഗോവൻ, ഗുഡ് ഈവനിങ്. ഈ ദിവസത്തെ അശ്വയാത്രയിൽ ആരാണ് ആദ്യമെത്തുന്ന അതിഥി എന്നറിയുവാൻ നമുക്ക് ഈ പ്രൊഫൈൽ ഒന്ന് കാണാം. എല്ലാ കൈരളി പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അരുന്ധതി. UP ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഷോയായിരുന്നു അശ്വമേധം. ഒരുപക്ഷെ GS പ്രദീപ് എന്ന മനുഷ്യൻ തൻ്റെ ഓർമ്മശക്തി കൊണ്ട് മാത്രമല്ല, വാക്കുകളുടെ ഒഴുക്കുകൊണ്ടും മലയാളത്തിൽ അന്ന് വരെ കാണാത്ത ഒരു പുതിയ അനുഭവമാണ് അശ്വമേധത്തിലൂടെ മലയാളികൾക്ക് സമ്മാനിച്ചത്. അതേ അശ്വമേധത്തിൻ്റെ ഭാഗമാകാൻ വർഷങ്ങൾക്ക് ശേഷം കഴിയുമെന്ന് തീരെ വിശ്വസിച്ചതല്ല. പുതിയ കെട്ടിലും മട്ടിലുമുള്ള അശ്വമേധത്തെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായത് കാരണം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമാകുന്നു. രണ്ടാം ഘട്ടത്തിൽ അശ്വമേധത്തിലെ ഒരു മത്സരാർത്ഥിയായി എത്തുന്നു എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു അതിഥി വേഷത്തിലാണ്. എല്ലാ മലയാളികളും ഇന്ന് ഏറ്റവും കൂടുതൽ ചൂടോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കിസ് ഓഫ് ലവ് എന്നുള്ളത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാനടങ്ങുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയാണ് കിസ് ഓഫ് ലവ് എന്ന പ്രതിഷേധം സംഘടിപ്പിച്ചത്. തീർച്ചയായും പ്രേക്ഷകർക്കിടയിൽ നിരവധി അഭിപ്രായങ്ങൾ, അനുകൂലമായതും പ്രതികൂലമായതും ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ടാകും. പക്ഷേ കിസ് ഓഫ് ലവ് മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ഫാസിസത്തിനെതിരായുള്ള ഒരു വലിയ സന്ദേശം അതെന്താണെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനും ഒപ്പം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിന് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് അറിയാനും കൂടിയാണ് ഞാൻ അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നത്. യെസ്, ദാറ്റ് വാസ് ഷീ. ആക്ടിവിസ്റ്റ്, ആർട്ടിസ്റ്റ്, സമൂഹത്തിൽ വളരെ ശക്തമായ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങളുടെ നായിക. അരുന്ധതി, പ്ലീസ് വാക്ക് ഇൻ. ഹലോ അരുന്ധതി. ഹലോ. ചുംബന സമരത്തിന്റെ വാർത്തകൾക്ക് ശേഷം അരുന്ധതിയെ നേരിട്ട് കാണുന്നത് ഇപ്പോൾ ആദ്യമായാണ്. അശ്വമേധത്തിൽ പങ്കെടുക്കാനെത്തിയതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ വേദിയിലിരുന്നതിന് ശേഷം. പക്ഷേ അതിനു മുൻപ് മത്സരത്തിൻ്റെ ഫോർമാലിറ്റി പ്രകാരം യാഗഭൂമി താണ്ടി വേണം അരുന്ധതി ഈ കസേരയിലേക്ക് എത്താൻ. യാഗത്തിലേക്ക് സ്വാഗതം. യാഗത്തിലെ ആദ്യത്തെ വിഷയം തിരഞ്ഞെടുക്കും. ഏതെങ്കിലും ഒരു വിഷയം. നോവൽ. നോവൽ തിരികെ നിക്ഷേപിച്ചു. നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് അരുന്ധതിയോട് ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് പറയുക. ഒരു ഇലക്കിയവാദിയൻ അരശിയൽ അനുഭവങ്ങൾ എഴുതിയത് ജയകാന്തനാണ്. ശരിയോ തെറ്റോ? ശരി. ശരി. ശരിയായ ഉത്തരമാണ് അരുന്ധതി പറഞ്ഞത്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ സമ്മാനം അരുന്ധതിക്ക് സ്വന്തം. രണ്ടാം റൗണ്ടിൽ രസതന്ത്രം. കെമിസ്ട്രിയിലെ 8ാമത്തെ മൂലകം ഏതാണ്? ഓപ്ഷൻ: ഓക്സിജൻ, ഹൈഡ്രജൻ. വൈൽഡ് ഗസ് ആണ് ഓക്സിജൻ. ഓക്സിജൻ ശരിയായ ഉത്തരമാണ്. വീണ്ടും മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപയുടെ സമ്മാനം അരുന്ധതിക്ക് സ്വന്തം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെയല്ലേ? യെസ്. മൂന്നാം ബൗൾ. കടൽ. കടൽ
കടലല്ലെങ്കിലും കായലോരത്ത് മനോഹരമായ റിസോർട്ട് കെട്ടിയിട്ടുള്ള മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 5000 രൂപയ്ക്ക് വേണ്ടിയുള്ള സമ്മാനത്തിനു വേണ്ടിയുള്ള ചോദ്യമാണ് ഞാൻ കടലിനെ കുറിച്ച് ചോദിക്കുന്നത്. റെഡി? റെഡി. കടൽ നീന്തുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഡോള ബാനർജി, മമത സാഹ, ആരതി ഗുപ്ത. ആരതി ഗുപ്ത ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽട്ടേഴ്സിന്റെ 5000 രൂപയുടെ സമ്മാനവും അരുന്ധതിക്ക് സ്വന്തം. ഇനി അരുന്ധതിക്ക് ഒരു കാഴ്ച കാണാം. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇതിലേത് ഫ്ലീറ്റിലാണ് കൂടുതൽ ബസ്സുകൾ ഉണ്ടായി ബസ്സുകളുടെ എണ്ണം കാരണം ഗിന്നസ് ബുക്കിൽ ഇടം പറ്റിയത്? ഇതിലേതാണ്? ഒരുപക്ഷെ വിഭജനത്തിന് മുമ്പ് ആന്ധ്രയാവാം, ഇപ്പോൾ എന്തായാലും തമിഴ്നാടാണ്. അതോ നിങ്ങളുടെ ആന്ധ്രയാണോ? തമിഴ്നാടാവാനാണ് സാധ്യത. കാര്യം ആന്ധ്ര ഇപ്പൊ ആന്ധ്രയും തെലങ്കാനയാണ്. തമിഴ്നാട് എന്ന അരുന്ധതിയുടെ ഉത്തരം 100% ശരിയാണ്. അരുന്ധതി, you have won ₹10,000 from Mir Realtors. Congratulations. യാഗം വിജയകരമായി പൂർത്തിയാക്കി അരുന്ധതി. ഇനി മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 25,000-ലും 50,000-ലും 1,00,000-ലും അവരുടെ റിസോർട്ടിലെ താമസത്തിനും അടക്കമുള്ള ഒട്ടനവധി സമ്മാനങ്ങൾ ഉൾപ്പെടുന്ന യജ്ഞം എന്ന മേഖലയിലേക്ക് അരുന്ധതി കടക്കും. കാത്തിരിക്കാം. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ ആദ്യത്തെ സൂചന ഇതാണ്: ഞാനും മരിച്ചു ആ കുറിയ മനുഷ്യനോടൊപ്പം. യാഗം വിജയകരമായി പൂർത്തിയാക്കിയ അരുന്ധതി യജ്ഞത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടോ ഇല്ലയോ? ലെറ്റ്സ് സീ, യെസ് ഓർ നോ. Yes is the sign, and Arundhati, walk in please. യജ്ഞത്തിലേക്ക് അരുന്ധതിക്ക് സ്വാഗതം. താങ്ക് യു. ആ വിഷയത്തിൽ, ആ ബൗളിൽ എല്ലാ വിഷയങ്ങളും എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയം, സ്പോർട്സ്, കല, സാഹിത്യം, ചുംബനം, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊരു വിഷയം എടുക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേര് വേണം അരുന്ധതി മനസ്സിൽ ഓർമ്മിക്കാൻ. റെഡി? റെഡി. പ്ലീസ്. അരുന്ധതി മനസ്സിൽ ഓർമ്മിച്ച വ്യക്തിയെ ശ്രീ VK ശ്രീരാമൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആരംഭിക്കും വിപരീത സമസ്യയുടെ വിശാല ചുംബനം യജ്ഞം. ഓക്കെ അരുന്ധതി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആൻഡ് ശ്രീ VK ശ്രീരാമൻ, അരുന്ധതി എന്ന ഈ മിടുക്കി മനസ്സിൽ ഓർമ്മിച്ച പേര്, ഡു യു അപ്രൂവ് ഇറ്റ്? Approved. Approved. And you are ready to help her? Yeah, ready. Please take your seat. Thank you. എന്താണ് ചുംബന സമരം കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? പലരും ധരിച്ചു വശായിരിക്കുന്നത് ചുംബിക്കാൻ വേണ്ടിയുള്ളൊരു സമരമാണ് ചുംബന സമരം എന്നുള്ളതാണ്. പക്ഷെ അതൊരു റിഡക്ഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയി പോകും. കാരണം നമുക്ക് ഒരുപാട് പ്രൈവറ്റ് സ്പേസുകളുണ്ട്, പ്രത്യേകിച്ച് കേരളം പോലെയൊരു സ്ഥലത്ത് ഉമ്മ വയ്ക്കാൻ. അതുകൊണ്ട് എന്താ പറയുക, പല ഫേസ്ബുക്ക് കമൻറ്റുകളിലും കണ്ടതുപോലെ കാമം മൂത്ത കുറേ ചെറുപ്പക്കാർ പൊതു ഇടത്തേക്ക് വന്ന് ഉമ്മ വയ്ക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം. മോറൽ പോലീസിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ആ സദാചാര ഗുണ്ടായിസം ഒരുപക്ഷെ ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിലെത്തിയ ശേഷം, വലതുപക്ഷ വർഗീയതയുമായി കൃത്യമായി ബന്ധമുള്ളൊരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം വളരെ ശക്തമാവുന്നു എന്ന് തോന്നുകയും ഒരുപാടിടത്ത് അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് കൂടി വലിയ വിലങ്ങുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് തോന്നിയപ്പോഴാണ്, സത്യത്തിൽ ഒരു പ്ലാൻഡായ പ്രതിഷേധമായിരുന്നില്ല, ഒരുപാട് കാലത്തെ അമർഷത്തിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ പെട്ടെന്നുണ്ടാക്കിയെടുത്തൊരു സമര രീതിയായിരുന്നു അത്. ശരീരത്തെ അല്ലെങ്കിൽ ചുംബനത്തെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ്
തന്നെയാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ സമരം തുറന്നു കൊടുക്കുന്ന സ്ത്രീക്കുള്ളൊരു ഇടമുണ്ട്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വരാനോ ഉച്ചത്തിൽ സംസാരിക്കാനോ ചിരിക്കാനോ രതിയെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും സ്വാതന്ത്ര്യം നൽകാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വരികയും ഒരുപാട് ക്യാമറ കണ്ണുകളെയും അല്ലെങ്കിൽ നേരിടാനായി വന്നിരിക്കുന്ന സദാചാര ഗുണ്ടകളെയും ഒക്കെ നോക്കി നിൽക്കെ തന്നെ തങ്ങൾക്കിഷ്ടപ്പെട്ട ആളെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ സമരം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള, സാമൂഹിക പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രതിഷേധിച്ചത് ആരൊക്കെ എന്ന് നോക്കുമ്പോഴാണ് സത്യത്തിൽ സമരത്തിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത്. എല്ലാ കാലത്തും സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു സംഘടന പോലും വ്യക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നില്ല. യൂത്ത് കോൺഗ്രസ് പോലെയുള്ളവർ കൊച്ചിയിലെ സമരത്തെ എതിർത്തെങ്കിലും കോഴിക്കോട് എത്തിയപ്പോഴേക്കും അവർ നിലപാട് മാറ്റുകയും തങ്ങൾക്ക് എതിർപ്പില്ലെന്ന് പറയുകയും ചെയ്തു. പിന്നെ ആരാണ് പ്രതിഷേധിക്കാൻ വന്നിട്ടുള്ളത്? നമ്മൾ യാതൊരു സാമൂഹിക പ്രശ്നത്തിലും കാണാത്ത ശിവസേന പോലെയുള്ള, ഹനുമാൻ സേന പോലെയുള്ള, SDPI പോലെയുള്ള, യുവമോർച്ച പോലെയുള്ള ഇത്തരം സംഘടനകൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീയെ അടക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവർ. ചുംബനം എന്ന് പറഞ്ഞുള്ള ഒറ്റ ഇഷ്യൂവിൻ്റെ മുകളിൽ മാത്രം അതിങ്ങനെ കുരുങ്ങിപ്പോകുന്നതും ഇത് വേറൊരു മനുഷ്യരിലേക്ക് എല്ലാവരിലേക്കും പടരേണ്ട ഒരു സ്വാതന്ത്ര്യ സമരം പോലുള്ളൊരു സംഗതിയായിട്ട് ഇതിനെ മാറ്റാൻ വരുന്നുണ്ടോ എന്ന് സംശയം. ഏത് സമരവും നമ്മൾ ആരംഭിക്കുമ്പോൾ അതൊരു ന്യൂനപക്ഷത്തിന്റെ മാത്രം സമരമായിരിക്കും. പിന്നീട് ആ സമരം മുന്നോട്ട് വെക്കുന്ന സന്ദേശം ജനങ്ങളിലേക്ക് അത്രത്തോളം എത്തുമ്പോഴാണ് അത് ബാക്കിയുള്ളവർ ഏറ്റെടുക്കുക. നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ചുംബന സമരം നടത്തിയത് കൊണ്ട് ആരുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഹനിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് ഒരു തരത്തിലും പബ്ലിക്കിന് പ്രശ്നമുണ്ടാക്കാതെ ഒരു സ്ഥലത്തും അക്രമം ഉണ്ടായിട്ടില്ല. അതാണ് ഈ സമരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. നവീനമായൊരു സമരരീതി എന്നതിനപ്പുറത്തേക്ക് അക്രമരഹിതമായൊരു സമരം കൂടിയാണിത്. ആ സമരത്തെ മനഃപൂർവ്വം കലാപഭരിതമാക്കാൻ വേണ്ടി ശ്രമിച്ചത് എതിർക്കാനെത്തിയ കൃത്യമായ വർഗീയ അജണ്ടകളുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നാളെ അടച്ചിട്ട മുറിയിലാക്കി അയക്കൂടെ ഈ സമരം എന്ന് തോന്നിയാൽ? അങ്ങനെയാണെങ്കിൽ അതൊരു സമരമല്ലല്ലോ, അടച്ചിട്ട മുറിയിൽ. പക്ഷെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നതൊന്നായിക്കൂടെ ഈ സമരം? ഒരിക്കലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചുംബിക്കാനുള്ള സമരമാക്കി ഇതിനെ ചുരുക്കരുത്. ഈ സമരം ചുംബനം എന്ന് പറയുന്നത് ഒരു സമര ആയുധമാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. യെസ്, എക്സാക്ട്ലി. പക്ഷെ വിനയപൂർവ്വം ബി റെഡി ടു എക്സ്പെക്ട് ദ വേസ്റ്റ്. അല്ല, അതെനിക്കൊരു പ്രശ്നമല്ല. കാരണം ഒന്നിലധികം ആൺകുട്ടികളെ ചുംബിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം വാട്സാപ്പിൽ ഒരു പക്ഷേ സരിതയേക്കാളേറെ ആഘോഷിക്കപ്പെട്ട ഒരാളാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ. ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നതെന്ന് എനിക്കറിയാം. RSSൻ്റെ പല ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകളിലും ലവ് ജിഹാദ് പ്രചരിപ്പിക്കുന്ന ആളായി എന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങളെയോ അപവാദങ്ങളെയോ അത്തരത്തിലുള്ള ഒന്നിനെയും ഭയക്കുന്നില്ല. ഓൾ ദ ബെസ്റ്റ് അരുന്ധതി. നമുക്ക് ആരംഭിക്കാം. അരുന്ധതിയുടെ ഈ പോസിറ്റീവായ തൻ്റെ ഇടം, ആർജവത്തോടുകൂടിയുള്ള ചിന്ത, തുറന്നു പറയാനുള്ള കഴിവ്, ശക്തമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് പിന്തിരിയാനുള്ള മടി, ഇതെല്ലാം അരുന്ധതിയെ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അരുന്ധതി വിചാരിച്ചത് ഒരു സ്ത്രീയെയാണോ? അതെ, ആണ്. സാധാരണ ഞാൻ പുരുഷനെയാണോ എന്നാണ് ചോദിക്കാറുള്ളത്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. ഇന്ത്യൻ? അതെ. അതെ. സാധാരണഗതിയിലാണ് മരിച്ചത്? അതെ. ആണ്. സൗത്ത് ഇന്ത്യൻ? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണ് പ്രധാനം? അതെ. രാഷ്ട്രീയം? അല്ല. തമിഴ്നാട്? അല്ല. മരിച്ചത് 1980 ശേഷമാണോ? അല്ല. തെലുങ്ക് ഭാഷയിലാണോ എഴുതിയിരുന്നത്? അല്ല. 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 കന്നഡ ഭാഷയിലാണോ എഴുതിയിരുന്നത്? അല്ല. സൗത്ത് ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞു. 1980 മുമ്പേ മരിച്ചു എന്നും പറഞ്ഞു അല്ലേ? 80 മുമ്പേ മരിച്ചു.
ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? ഇല്ല. ഉറപ്പാണ്? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല ഇല്ല ഇല്ല. ഇല്ല. അവർ എഴുതിയിരുന്നത് കവിതകളാണോ? അല്ല. 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 ചെറുകഥാ നോവൽ? അതെ. ആണ്. ജീവിച്ചത് സൗത്ത് ഇന്ത്യയിലാണോ? അതെ. ജീവിച്ചതും സൗത്ത് ഇന്ത്യയിൽ. അതെ. ഒരു ട്രാവലോഗ് റൈറ്റർ കൂടിയായിരുന്നു അവർ. സഞ്ചാര സാഹിത്യവും കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ 2 ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ. ആത്മീയത അവരുടെ കൃതികളിൽ ഒരു വിഷയമായിരുന്നു? അല്ല. അല്ല. ഉണ്ടാവാം, പക്ഷെ അതല്ല പ്രധാനം. പണ്ഡിത രമാബായിയൊക്കെ പോലെ അല്ലല്ല. ആത്മീയത അല്ലല്ല. അല്ല. കൈകാര്യം ചെയ്തിട്ടില്ല. അവസാനത്തെ ചോദ്യം, അവരുടെ പേര് കെയിലോ എസ്സിലോ ആണോ ആരംഭിക്കുന്നത്? കമലാദേവിയുടെ കെയിലോ ഒക്കെയാണോ ആരംഭിക്കുന്നത്? കെയിലോ എസ്സിലോ ആണോ ആരംഭിക്കുന്നത്? അതെ. ആണ്. കോൺഫിഡൻ്റ് ആണോ? അത്രത്തോളം അല്ല. താങ്കളെ പോലെ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഉത്തരം തന്നെയാണത്. കെയിലോ എസ്സിലോ ആണ്. അതെ. കമലയുടെ കെയിലും ശാരദയുടെ എസ്സിലും ആരംഭിക്കുന്ന, കെയിലോ എസ്സിലും ആരംഭിക്കുന്ന. ബന്ധുക്കളാരും ഒരു തരത്തിലും പ്രശസ്തരല്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അറിവിൽ ബന്ധുക്കളാരും ഒരു തരത്തിലും പ്രശസ്തരല്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ് സർ? കിട്ടിയ അറിവിലില്ല, പ്രശസ്തരല്ല. സൗത്ത് ഇന്ത്യയിൽ പ്രശസ്തരായവർ അങ്ങണമെന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 25,000 രൂപ താങ്കൾക്ക്. പറയുവായിരുന്നു. അത് കെ സരസ്വതി അമ്മയാണ്. കെ സരസ്വതി അമ്മ. കെ സരസ്വതി അമ്മ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീ സ്വാതന്ത്ര്യവാദിയുമാണ് കെ സരസ്വതി അമ്മ. 1938 ആദ്യ കഥ പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരത്തിനടുത്തുള്ള കുന്നപ്പുഴ ഗ്രാമത്തിൽ കിഴക്കേ വീട്ടിൽ തറവാടാണ് ജന്മഗൃഹം. പെൺബുദ്ധി, കനത്ത മതിൽ, ചോളമരങ്ങൾ, ഒരുക്കത്തിന്റെ നടുവിൽ തുടങ്ങിയ കഥാസമാഹാരങ്ങളും പ്രേമഭാജനം, പൊന്നിൻകുടം എന്നീ നോവലുകളും ദേവദൂതി എന്ന നാടകവും രചിച്ചിട്ടുണ്ട്. നമ്മൾ 2ാം റൗണ്ടിലേക്ക് പോകുമ്പോൾ അരുന്ധതി ഇക്കുറി ഒരു സംഭവത്തെ ആയിരിക്കും ഓർമ്മിക്കുക. ആ സംഭവം അരുന്ധതി ഓർക്കുന്നതിന് മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ 2ാമത്തെ സൂചന. അദ്ദേഹം എഴുതി മൈ സ്ട്രഗിൾ. എൻ്റെ പ്രാണേശ്വരൻ എഴുതി മൈ സ്ട്രഗിൾ. അരുന്ധതി 2ാം ബൗളിൽ നിന്നും ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിലോർക്കുകയും ചെയ്തു. ആ സംഭവം താങ്കൾ അംഗീകരിക്കുന്നു ശ്രീ വി കെ ശ്രീരാമൻ? അപ്രൂവ്. And Nimi, you are ready to help her? Yeah, റെഡിയാണ്. Please sit down. ഫിലമെറ്റോളജി എന്നാൽ എന്താണ്? അറിയില്ല. പോകുമ്പോൾ പറഞ്ഞുതരാം. കവിതയല്ലോ. കവിത ചൊല്ലാറുണ്ടായിരുന്നു. ഇപ്പൊ 2 കവിതയല്ലോ. ആരാണ് ഗാന്ധി?
ആരാണു ഗാന്ധി നിഴൽ ചുള്ളിയുന്നിച്ചരിത്രത്തിലെങ്ങോ നടന്നവൻ? താൻ തീർത്ത വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ. വെറുതെ കിനാവിൻ്റെ കഥകൾ പുലമ്പിയോൻ. കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി? എവിടെ പഠിച്ചതൊക്കെ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് BA പൊളിറ്റിക്കൽ സയൻസ് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിധികർത്താവായിട്ടുണ്ട്. ഞാൻ അരുന്ധതിക്ക് 1ാം സമ്മാനം മാർക്ക് ഇട്ടിട്ടുണ്ട്. അതെ, പ്രസംഗ മത്സരം, യൂണിവേഴ്സിറ്റി പ്രസംഗ മത്സരം. ശരി, എന്തായാലും ഞാൻ വിധി എഴുതിയത് പാഴായില്ല എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇപ്പോൾ. അരുന്ധതി റെഡി? റെഡി. അരുന്ധതി വിചാരിച്ച സംഭവം ഒരു നല്ല സംഭവമാണ്. അല്ല. അല്ല എന്ന് പറഞ്ഞാൽ അല്ല, അത് ആപേക്ഷികമല്ല. ആപേക്ഷികമല്ല. അല്ല. ഇന്ത്യയിൽ നടന്നൊരു സംഭവം. അല്ല. ഏഷ്യയിൽ നടന്നൊരു സംഭവം. ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളുടെയും പേര് വേണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണോ ആലോചിക്കുന്നത്? അതെ. ഇന്ത്യ, ശ്രീലങ്ക, ഏഷ്യയാണ്. സാർക്ക് രാജ്യങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ആണോ? അതെ. ഇസ്ലാമിക രാജ്യമാണ്. അതെ. 2000-ന് ശേഷം നടന്ന സംഭവം. അല്ല. യുദ്ധം. അല്ല. യുദ്ധത്തോടനുബന്ധിച്ച് നടന്ന സംഭവം. അല്ല. അല്ല. ഇസ്ലാമിക രാജ്യങ്ങളിലാണ് നടന്നത്. അതെ. ആരുടെയെങ്കിലും മരണം? അല്ല. ആ സംഭവത്തിൽ ആർക്കെങ്കിലും ജീവൻ ഹനിക്കപ്പെട്ടിട്ടുണ്ടോ? തുടർന്ന് സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൻ്റെ ഒരു പരിണത ഫലം എന്നുള്ള രീതിയിൽ. അതൊരു രാഷ്ട്രീയപരമായ നടപടിയോ ഒരു ഭരണമാറ്റമോ ആയിരുന്നു? സൈനിക അട്ടിമറിയോ? അല്ല. 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 ആ സംഭവം നടന്നത് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, യമൻ, ബഹ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ എന്നീ രാജ്യങ്ങളിലൊന്നിലായിരുന്നു. അതെ. ആയിരുന്നു. ആ സംഭവം നടന്നത് 2000-ന് ശേഷമല്ല എന്ന് പറഞ്ഞത്. അതെ, 2000 മുൻപാണ്. 1990-ന് ശേഷമാണോ? അല്ല. 1990-ന് ശേഷം അല്ല. അല്ല. മുല്ലപ്പൂ വിപ്ലവത്തിനൊക്കെ മുമ്പാണ്. ആരുടെയും അധികാരഭ്രഷ്ട, സ്ഥാനമൊഴിവാകൽ അങ്ങനെ ഒന്നുമല്ല എന്ന് പറഞ്ഞു. പൊളിറ്റിക്കൽ ഇൻസിഡന്റ് അല്ല. ആർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻവോൾവ് ആണോ? ആർട്സിൽ എന്തൊക്കെ വരാം? കല. കലയിൽ അല്ല. കലയിലെല്ലാം വരാം. കലയിലെ എല്ലാ ആർട്സും വരാം. അല്ല. എഡ്യൂക്കേഷൻ എന്നാൽ വിദ്യാഭ്യാസം. കലയും വിദ്യാഭ്യാസവും ഉൾപ്പെടുന്നതല്ല. അല്ല. ഇറാനിലോ ഇറാഖിലോ ആണോ നടന്നത്? അതെ. ഇറാഖിലാണ് നടന്നത്. അല്ല. വസ്ത്രവുമായോ വിവാഹവുമായോ ബന്ധമുണ്ടോ? ഇല്ല. വസ്ത്രവുമായോ വിവാഹവുമായോ ബന്ധമില്ല. നിയമവുമായി അതിന് ബന്ധമുണ്ടായിരുന്നു? ഇല്ല. നിയമം, ലോ? ഇല്ല. നേരിട്ടില്ല. ഇല്ല.
ദ ലാസ്റ്റ് ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു ആ സംഭവം. അല്ല അല്ല ഷർബത് ഗുല എന്ന പച്ചക്കണ്ണുള്ള സ്ത്രീയെ കാട്ടിൽ കാണുന്നതോ അങ്ങനെയുള്ള കാഴ്ചയൊന്നുമല്ല. അല്ല അല്ല. അല്ല 19 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇറാനിൽ 1980 മുൻപ് നടന്ന 1990 മുൻപ് നടന്ന ഒരു സംഭവമാണ് അത്. അതിന് മതവുമായോ രാഷ്ട്രീയവുമായോ കലയുമായോ സാഹിത്യവുമായോ ഒന്നും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയമായോ കലയുമായോ ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇനിയൊരു ഗസേ പറ്റൂ അല്ലേ? ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞു. ആ സംഭവത്തിന് പിന്നാലെ അത്തരം ഒന്നും ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിൽ ഉണ്ടായില്ല. ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണ് എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെതായ രാഷ്ട്രീയമുള്ളതുകൊണ്ട്. രാഷ്ട്രീയം. I'll go for a guess. അന്നത്തെ ഇറാൻ രാജാവായിരുന്ന ഷായെ സ്ഥാനഭ്രഷ്ടനാക്കുകയും നാട് കടത്തുകയും ചെയ്യാനുള്ള അയത്തുള്ള ഖൊമൈനിയുടെ തീരുമാനമായിരുന്നു ആ സംഭവം. അല്ല. പറയൂ. ആയത്തുള്ള ഖൊമൈനിയുടെ തന്നെ തീരുമാനമായിരുന്നു ആ സംഭവം. പക്ഷെ അത് സൽമാൻ റുഷ്ദിക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ച തീരുമാനമായിരുന്നു. സൽമാൻ റുഷ്ദിക്ക് എതിദയ ഫത്വ. 1988 സൽമാൻ റുഷ്ദി എഴുതിയ ദ സാത്താനിക് വേഴ്സസ് എന്ന അദ്ദേഹത്തിന്റെ 4ാമത്തെ നോവൽ മുസ്ലിം നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും 1989 ഫെബ്രുവരി 14 ഇറാനിലെ ഭരണാധികാരിയായ അയത്തുള്ള റൂഹുള്ള ഖൊമൈനി സൽമാനെതിരെ ഫത്വ പ്രഖ്യാപിക്കുകയും ചെയ്തു. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 50,000 രൂപ അരുന്ധതി സ്വന്തമാക്കി കഴിഞ്ഞു. ഒപ്പം മിർ റിയൽറ്റേഴ്സിന്റെ മനോഹരമായ ഒരു റിസോർട്ട്, ആലപ്പുഴയിലെ കായലോരം റിസോർട്ടിൽ 2 പേർക്ക് ഒരു ദിവസത്തെയും ഒരു രാത്രിയിലെയും സൗജന്യ താമസത്തിനുള്ള സമ്മാനവും അരുന്ധതി നൽകി. പ്രേക്ഷകർക്കുള്ള എൻ്റെ 3ാമത്തെ സൂചന ഇതാണ്. ജൂലിയസ് ഫ്യൂച്ചിക്കിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു എൻ്റെ പ്രിയപ്പെട്ടവൻ. ജൂലിയസ് ഫ്യൂച്ചിക്കിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു എൻ്റെ പ്രിയപ്പെട്ടവൻ. അരുന്ധതി 2 റൗണ്ടുകളിലും മികവുറ്റ പെർഫോമൻസോടുകൂടി അരുന്ധതി വിജയിച്ചു. ശരി, ഇരിക്കൂ. യാഗം പിന്നിട്ട് മിർ റിയൽറ്റേഴ്സിന്റെ 10,001 രൂപ സ്വന്തമാക്കി. യജ്ഞത്തിലെ ആദ്യ റൗണ്ടിൽ മിർ റിയൽറ്റേഴ്സിന്റെ 25,000 രൂപ സമ്മാനം സ്വന്തമാക്കി. വീണ്ടും കേരളത്തിലെ ഏറ്റവും പ്രമുഖ കെട്ടിട നിർമ്മാണ പ്രസ്ഥാനമായ മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 50,000 രൂപ സ്വന്തമാക്കി. ഒപ്പം അവരുടെ റിസോർട്ടിൽ താമസ സൗകര്യമുണ്ടാക്കി. ഇപ്പോൾ മത്സരിക്കുന്നത് മിർ റിയൽറ്റേഴ്സിൻ്റെ 1,00,000 രൂപയ്ക്ക് വേണ്ടിയാണ്. മിർ റിയൽറ്റേഴ്സ് ആകട്ടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്വിൻ ടവേഴ്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ. റെഡി? റെഡി. വാ. അരുന്ധതി വിചാരിച്ച ഈ സ്ഥലം അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ചോദ്യങ്ങളുടെ എണ്ണം 3ാം റൗണ്ടിൽ എനിക്ക് 20. ലൈഫ് ലൈനുകളുടെ എണ്ണം 8. 8 ലൈഫ് ലൈനുകളുണ്ട്. 8 ലൈഫ് ലൈനുണ്ട്. അരുന്ധതി വിചാരിച്ച സ്ഥലം ഏഷ്യയിലെ ഒരു സ്ഥലമാണ്? അല്ല. യൂറോപ്പിലെ ഒരു സ്ഥലമാണ്? അതെ. അതൊരു രാജ്യമോ നഗരമോ ആണ്? അല്ല. നഗരം ഉൾപ്പെടുത്താം. നഗരമാണ് എന്ന് പറയാം. പക്ഷേ അല്ല, പ്രധാനപ്പെട്ടത് എടുത്തു പറയുന്ന ഒരു നഗരമല്ല. അല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ ഒന്നിലാണോ ആ സ്ഥലം? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ഒന്നിലാണോ ആ സ്ഥലം? അല്ല. ഇറ്റലി? അല്ല. ജർമ്മനിയിലാണോ ആ സ്ഥലം? അല്ല. രാഷ്ട്രീയപരമോ സാഹിത്യപരമോ കലാപരമോ ആയ പ്രസക്തിയാണോ ആ സ്ഥലത്തിനുള്ളത്? പ്രധാന പ്രസക്തി? അതെ. ആ സ്ഥലം അറിയപ്പെടുന്നത് പൊളിറ്റിക്കൽ ഓർ ആർട്ടിസ്റ്റിക് റീസൺ കൊണ്ടാണ്? അതെ. അതെ.
പുരാതന കാലം മുതലേ പ്രസക്തമാണോ ആ സ്ഥലം? അതെ. ഒരു യുദ്ധഭൂമിയായിട്ടുണ്ടോ എപ്പോഴും ആ സ്ഥലം? ഉണ്ട്. ഏതെങ്കിലും സുന്ദരിയുമായി ബന്ധമുണ്ടോ ആ സ്ഥലത്തിന്റെ പ്രസക്തി? ഇല്ല. ഏതെങ്കിലും യുദ്ധവീരനുമായി ബന്ധമുണ്ടോ ആ സ്ഥലത്തിന്? ഇല്ല. സ്പോർട്സുമായി ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷൻ ഉണ്ടോ ആ സ്ഥലത്തിന്? എൻ്റെ അറിവിൽ ഇല്ല. ഒന്നിൽ കൂടുതൽ യുദ്ധങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ പ്യൂണിക് വാർ 1, പ്യൂണിക് വാർ 2 എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നിൽ കൂടുതൽ യുദ്ധങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. BC-യിലാണോ യുദ്ധങ്ങൾ നടന്നത്? അതെ. അതെ. ABCDFGHIJK ഇതിലൊന്നിലാണോ സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത്? അല്ല. LMNOP? അതെ. LMNO? അല്ല. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഇരുകൂട്ടരും ഗ്രീക്കുകാരായിരുന്നു? അതെ. അതെ. ആ സ്ഥലം ഏതെങ്കിലും പ്രശസ്തനായ വ്യക്തിയുടെ പേര് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ആ സ്ഥലം ഏതെങ്കിലും പ്രശസ്തനായ വ്യക്തിയുടെ പേര് അനുസ്മരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. Sure? Yes. Are you sure? Yes. Well done, Arundhati. You have won 1 lakh from Mer Realtors. Beautiful performance. പറയൂ, ഏത് സ്ഥലമാണ് വിചാരിച്ചത്? പെലപ്പോണീസ്. പെലപ്പോണിസ്. യെസ്. പറയൂ, പെലപ്പോണിസ്. BC 431 മുതൽ BC 404 വരെ നീണ്ടുനിന്ന പെലപ്പോണേഷ്യൻ വാർ, അത് 3 ഘട്ടങ്ങളായി ആണ് യുദ്ധം നടന്നത്. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് സാമ്രാജ്യം അതുവരെ ചോദ്യം ചെയ്യാതെ നിന്നിരുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെ തകർക്കുന്ന ഒന്നായിരുന്നു. കാരണം അഥീനയുടെ പ്രാധാന്യം നശിക്കുകയും ഒപ്പം സ്പാർട്ട വലിയ ശക്തിയെ വളർന്നു വരികയും ചെയ്തു. അവിടെയാണ് ഡെമോക്രസി, അതുവരെ അഥീന പിന്തുടർന്നുകൊണ്ടിരുന്ന ഡെമോക്രസി ചോദ്യം ചെയ്യപ്പെടുകയും പിന്നീട് ഈ യുദ്ധമാണ് സത്യത്തിൽ പ്ലേറ്റോയെയും അരിസ്റ്റോട്ടിലെയും ഒക്കെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിഖ്യാത ഗ്രന്ഥങ്ങൾ എഴുതുവാനുള്ള കാരണമായി സ്റ്റേറ്റ് സങ്കല്പത്തിലേക്ക് പെരിക്ലീസിനെ കൊണ്ടുവന്നതിന് ശേഷം അല്ല, സിറ്റി സ്റ്റേറ്റ് സങ്കല്പം ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷേ ഈ ഡെമോക്രസി എന്നുള്ള ജനാധിപത്യം പരാജയപ്പെട്ടു എന്ന രീതിയിലാണ് ആ യുദ്ധത്തിന്റെ ഫലത്തെ ആളുകൾ വ്യാഖ്യാനം ചെയ്തത്. അങ്ങനെയാണ് പുതിയ തരത്തിലുള്ള ഭരണ രീതികളെ കുറിച്ച് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ചിന്തിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻ്റായ ഞാൻ ഒരുപക്ഷെ ഇത് തന്നെ തിരഞ്ഞെടുക്കണമെന്ന് തോന്നി. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. പെലോപ്പൊനിസ് ഗ്രീസിലെ തെക്കേ അറ്റത്തുള്ള പ്രദേശമാണ് പെലോപ്പൊനിസ്. ഗ്രീക്ക് ഐതിഹ്യങ്ങളിലെ ധീരനായ പെലോപ്സിന്റെ പേരിൽ നിന്നുമാണ് ഇതിന് ഈ പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. 1987 ഈ പ്രദേശം നവീകരിക്കപ്പെട്ടു. ഏകദേശം 15,490 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുണ്ട് ഈ പ്രദേശത്തിന്. അരുന്ധതിയുടെ മുമ്പിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, യു ക്യാൻ വിഡ്രോ ബൈ ഗെറ്റിംഗ് 25,000 rupees. ഓർ ധീരമായി മുന്നോട്ട് പോകാം. 3 കടമ്പകൾ താണ്ടിയാൽ 10 ലക്ഷം രൂപ ലഭിക്കും. ഇല്ല, ഞാനിവിടെ സമ്മാന തുകയ്ക്ക് വേണ്ടി വന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകാനാണ് തീരുമാനം. പരാജയപ്പെട്ടാലും പ്രശ്നമില്ല. രാജസൂയത്തിലേക്ക്. സമർത്ഥയായ ഈ മത്സരാർത്ഥിയോടൊപ്പം നമ്മൾ പ്രവേശിക്കുന്നു പ്രേക്ഷകർ ആവേശഭരിതമായി കാത്തിരിക്കുന്ന അശ്വമേധത്തിന്റെ അന്തിമ മേഖലയിലേക്ക്. രാജസൂയം. ഓൾ ദി ബെസ്റ്റ് അഗൈൻ. താങ്ക് യു. അതിനു മുമ്പ് മറ്റതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നില്ല. ഫിലമെറ്റോളജി എന്നാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കിസിംഗ്. ചുംബന ശാസ്ത്രമാണ്. എങ്ങനെ നന്നായി ചുംബിക്കാം എന്ന ആളുകളെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഫിലമെറ്റോളജി. കേട്ടോ? ശരി,
അപ്പം നമ്മൾ മത്സരത്തിലേക്ക് കടക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നഷ്ടപ്പെടും ചിലപ്പോൾ, കിട്ടിയാൽ വലുതും. കിടക്കട്ടെ അല്ലേ? ഹിയർ ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരുന്ധതി. സോറി, ദ ടൈം ബോംബ് ഹാസ് ബ്ലാസ്റ്റഡ്. അരുന്ധതിക്ക് ആദ്യ സൂചന തരാൻ സമയം എന്നെ അനുവദിക്കുന്നു. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1, ഞാനും മരിച്ചു ആ കുറിയ മനുഷ്യനോടൊപ്പം. സൂചന 2, അദ്ദേഹം എഴുതി മൈ സ്ട്രഗിൾ. സൂചന 3, ജൂലിയസ് ഫ്യൂച്ചിക്കിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു എന്റെ പ്രിയപ്പെട്ടവൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025255598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പ്രേക്ഷകരോട് ആത്മസംവാദം ചെയ്യൂ എന്നാവശ്യപ്പെടുന്ന ഈ പുരോഗമന പ്രവർത്തകയോടൊപ്പം ഈ ദിവസം അവധി പറഞ്ഞ് ആവേശം അണകെട്ടി ഒഴുകുന്ന അടുത്ത ദിവസത്തെ മത്സരത്തിനു വേണ്ടി വീണ്ടും കാണാം എന്ന് ഉറപ്പു തന്നുകൊണ്ട് നിങ്ങളോട് യാത്ര പറയുമ്പോൾ ഒപ്പം അരുന്ധതിയുണ്ട്. അരുന്ധതിയോടൊപ്പം ഞാൻ പറഞ്ഞോട്ടെ, നെഞ്ചിടിപ്പിന്റെ ചുംബനത്തോടെ. ഗുഡ് നൈറ്റ് ഫ്രം GSP.